ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കതിവന്നൂർ വീനം കോട്ടത്തിൽ നിന്ന് തെയ്യാന്ന്. അവിടേക്കാണ് നമ്മളീ പോയിക്കൊണ്ടിരിക്കുന്നത്. വീടിൻ്റെ തൊട്ടടുത്തായതുകൊണ്ട് തന്നെ ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മളവിടെ എത്തി. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ആ പ്രദേശത്തുള്ള എല്ലാവരും ഉണ്ടാവും. ഇവിടുത്തെ മെയിനായിട്ടുള്ള കതിവന്നൂർ വീരം തെയ്യം പുലർച്ചയ്ക്ക് 5 മണിക്കാണ്. അതുകൊണ്ട് തന്നെ അപ്പം വീണ്ടും വരേണ്ടതുകൊണ്ട് നമ്മൾ കുറച്ച് ലേറ്റായിട്ടാണ് വന്നത്. നമ്മൾ വരുമ്പോഴേക്കും അതിന് മുന്നോടനുബന്ധിച്ചിട്ടുള്ള കുറച്ച് തെയ്യങ്ങളുണ്ട്, വെള്ളാട്ടവും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വെള്ളാട്ടം തുടങ്ങിയിട്ട് കഴിയാനായിട്ടുണ്ടായിരുന്നു നമ്മൾ വരുമ്പം. ഇവിടെ ചെറിയൊരു കോട്ടയായതുകൊണ്ട് തന്നെ അങ്ങനെ വലിയ ചന്തകളൊന്നുമില്ല. എല്ലാ വർഷവും ഒരു ചെറിയൊരു ചന്ത ഉണ്ടാവാറുണ്ട്. ഇപ്രാവശ്യം അതും വന്നിട്ടില്ല. ഒരു ഐസ്ക്രീം വണ്ടി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. വെള്ളാട്ടമാണ് കേട്ടോ ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. വെള്ളാട്ടത്തിൻ്റെ എൻഡിങ് ആണ്. ഇത് കഴിഞ്ഞിട്ട് വേറെ കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ സ്റ്റാർട്ടപ്പായിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നടക്കും. ഒരുപാട് ആൾക്കാരുണ്ട് കണ്ടോ. നമ്മളെ പ്രദേശത്തുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അവിടെ. ഇതൊക്കെ നമ്മളെ വീട്ടിൻ്റെ അടുത്തുള്ള ആൾക്കാരും ഒക്കെയാണ്. ഈ വെള്ളാട്ടത്തിനെ കുറിച്ച് പറഞ്ഞു തരാനൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇതിൻ്റെ കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇത് ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ തോറ്റാണ് കേട്ടോ. തോറ്റ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവരാണ് കതിവന്നൂർ വീരൻ തെയ്യം കെട്ടുക. ഇത് ഒരുപാട് സമയമുണ്ട്. ഒരു 2-3 മണിക്കൂർ ഉണ്ടോ എന്നറിയില്ല. അതിൽ കൂടുതലുണ്ടെങ്കിലേ ഉള്ളൂ. ഒരുപാട് സമയമുണ്ട്. പിന്നെ ഇത് തെയ്യം കീയുന്നത് പുലർച്ചയ്ക്ക് 5 മണിക്കാണ്. ഇതിങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ഉണ്ട്. കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ ജീവചരിത്രം മൊത്തം ഇങ്ങനെ അവർ പാട്ടിലൂടെ ഇങ്ങനെ പറഞ്ഞ് തോറ്റായിട്ട് ഇങ്ങനെ പറഞ്ഞ് നമ്മളെ കേൾപ്പിക്കുന്നതാണ്. പിന്നെ അതിനെപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലാത്തതുകൊണ്ട് എനിക്കത് മനസ്സിലാവുകയില്ല. തെയ്യത്തിനെ പറ്റി കുറച്ച് അറിയാമെന്നല്ലാണ്ട് എനിക്കങ്ങനെ വേറെ കാര്യങ്ങളൊന്നും അറിയില്ല. ഇത് നമ്മളെ തെയ്യത്തിനോട് അനുബന്ധിച്ചുള്ള തന്നെ പയറ്റാണ്. കതിവന്നൂർ വീരൻ തെയ്യത്തിൻ്റെ പയറ്റാണ് ഈ കാണുന്നത്. പയറ്റിൻ്റെ ചെറിയൊരു ഭാഗമേ ഞാനിവിടെ ഇട്ടിട്ടുള്ളൂ. പയറ്റിൻ്റെ വേറെ തന്നെ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ ഇടുന്നുണ്ട്. കാരണം പയറ്റ് കാണാൻ നല്ല രസമാണ് കേട്ടോ. അതിൻ്റെ ലാസ്റ്റ് തൊട്ട് കാണാൻ നല്ലൊരു അരങ്ങാണ്. നല്ലൊരു രസമാണ്, എൻ്റർടൈൻമെൻറ്റാണ്. പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയി. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ. ഒരുപാട് കറികളൊക്കെ ഉണ്ട്. നല്ല ടേസ്റ്റി ഫുഡായിരുന്നു. പിന്നെ നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മളെ കുട്ടീൻ്റെ, അതായത് പിള്ളേഴ്സിൻ്റെ അംഗൻവാടിയുടെ മുറ്റത്താണ്. അംഗൻവാടീൻ്റെ തൊട്ട് മുന്നിലാണ് നമ്മളെ കാവുള്ളത്. ഇവിടെയാണ് ഭക്ഷണം വിളമ്പുന്ന സ്ഥലം. ഇതാണ് ഇവിടെ നമ്മൾ ഭക്ഷണം വാങ്ങിയതാണ്. നമ്മൾ നേരെ നമ്മൾ അംഗൻവാടീൻ്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവിടെ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. നമ്മൾ തോറ്റത്തിൻ്റെ സമയത്താണ് കേട്ടോ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. തോറ്റം കഴിഞ്ഞാട് പയറ്റുണ്ട്. പയറ്റ് കഴിഞ്ഞാട് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ നമുക്ക് പുലർച്ചയ്ക്ക് ആദ്യം തിരിച്ച് വരേണ്ടതാണല്ലോ. അപ്പോൾ പയറ്റ് കഴിഞ്ഞാട് വേറൊരു തെയ്യം ഇറങ്ങാനുണ്ട്. ഒരു കുലുക്കി തെയ്യം എന്ന് പറഞ്ഞൊരു തെയ്യം ഇറങ്ങാനുണ്ട്. ആ തെയ്യത്തിൻ്റെ വീഡിയോസിനൊക്കെ എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് പുലർച്ചയ്ക്ക് ആദ്യം വരേണ്ടത് കൊണ്ട് തന്നെ നമ്മൾ പയറ്റ് കഴിഞ്ഞപാട് പോയിട്ടുണ്ടായിരുന്നു വീട്ടിലേക്ക്. പിന്നെ ചെറിയ മോൻ ഉറങ്ങിപ്പോയി. പിന്നെ നമുക്കെല്ലാവർക്കും ഉറക്കം വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ വീട്ടിലേക്ക് പോയി. പിന്നീട് എനിക്ക്